എന്താ അച്ഛമ്മേ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? മമ്മി വല്ലതും പറഞ്ഞോ? പറഞ്ഞു കാണും. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിങ്ങളുടെ മമ്മി വഴക്ക് പറഞ്ഞാലേ ഞാനിങ്ങനെ മൂഡ് ഔട്ട് ആവുള്ളൂ. ഞാനൊരു പൊതു ധാരണ പറഞ്ഞതേ ഉള്ളേ. അല്ല അച്ഛമ്മയ്ക്ക് എന്താ പ്രോബ്ലം? ഐ മീൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ആ സമയ വംശീയ കലാപമാണോ അച്ഛമ്മയുടെ പ്രശ്നം? അതോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ കിട്ടാഞ്ഞതോ? ഇത് രണ്ടുമല്ല എൻ്റെ പ്രശ്നം. ഈ പെരുമഴ ഇത്രയും പെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ഉരുണ്ടി വീഴുവോ, ഒരു പനി പിടിക്കുവോ, കാലൊന്നും ഒടിയുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അയ്യടാ, അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഞാൻ വഴുക്കുള്ള മണ്ണിൽ കൂടെ നടക്കാറില്ല. ഇവിടെ നിന്ന് നേരെ സ്കൂളിലേക്ക്, അവിടെ പിന്നെ ക്ലാസ് റൂമിൽ, പിന്നെയോ ഇവിടെ ടൈൽസ് ഇട്ട റൂമിൽ. അത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾ ഒരു തരി മണ്ണിൽ പോലും ചവിട്ടുന്നില്ലല്ലോ. അതൊന്നും അല്ല അച്ഛമ്മ ഇപ്പോഴത്തെ വിഷയം. അച്ഛമ്മ എന്തുകൊണ്ട് ടെൻഷൻ അടിക്കുന്നു, അതാണ് ഇപ്പോഴത്തെ വിഷയം. അതെ, മരിച്ചു പോയ എൻ്റെ കൃഷ്ണൻ വക്കീലിനെ എനിക്കൊന്ന് കാണണം. നിന്നെ കൊണ്ട് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റും. അമ്മയുടെ സാരിയിൽ തൂങ്ങിയാ മതി, അച്ചാച്ചന്റെ അടുത്ത് എത്താം. ഓ, പൊരുത്തം കെട്ട പിള്ളേർ, ഇങ്ങനെ സ്നേഹമില്ലാത്ത രണ്ടെണ്ണങ്ങള്. അതങ്ങനെ ആ തള്ളയുടെ അല്ലേ മക്കള്. അടുത്ത അറിവിന്റെ നിറകുടം വന്നു. എന്താണാവോ ഉപദേശകം? ഒരു നല്ല കാര്യം പറയാന്ന് വെച്ചാൽ അതും സമ്മതിക്കത്തില്ല. വേണ്ട, ഞാൻ പോയേക്കാം. ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ എന്താ നല്ല കാര്യം? വിളിച്ചിട്ട് നിന്റെ തള്ളയുടെ മുഖം പൊള്ളിയോ? അതൊന്നും അല്ല അച്ഛമ്മേ. ഡാഡി എവിടെ പോയെന്ന് അച്ഛമ്മയോട് പറഞ്ഞില്ല. അതല്ലേ അച്ഛമ്മയുടെ ടെൻഷൻ? അതെ. ഡാഡി ഇപ്പൊ വിളിച്ചിരുന്നു, മറന്നു പോയതാണ്, ക്ഷമിക്കണമെന്ന് പറയാൻ പറഞ്ഞു. അവൻ പോകുന്ന കാര്യം നിങ്ങളുടെ തള്ളയോട് പറയാൻ മറന്നില്ലല്ലോ. മറന്നോ? എന്റെ അച്ഛമ്മേ, അത് ഡാഡിയുടെ സ്വന്തം ഭാര്യ. അച്ഛമ്മയാണെങ്കിലോ എപ്പോഴോ പ്രസവിച്ച വെറും ഒരമ്മ. അച്ഛമ്മ ഒന്ന് വെറുതെ വിടണേ. അവള് പറഞ്ഞതാ ശരി. എപ്പ പോയാലും എന്നോട് പറഞ്ഞേച്ച് പോകുന്നതാ. ഇപ്രാവശ്യം മനഃപൂർവ്വം പറയുന്നതാ. അയ്യോ, അതൊന്നും അല്ല അച്ഛമ്മേ. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഡാഡി നേരത്തെ പോയി. അച്ഛമ്മയാണെങ്കിലും ബാത്റൂമിലും ആയിരുന്നു. അച്ഛമ്മയേക്കാൾ ഡാഡിക്ക് വലുത് എവിടെ നിന്നോ വരുന്ന ട്രെയിൻ. കഷ്ടം പാവം അച്ഛമ്മ. കണ്ണാ വേണ്ട, എനിക്കിപ്പോ അറിയണം ഡാഡിക്ക് അച്ഛമ്മയോടാണോ സ്നേഹം അതോ മലബാർ എക്സ്പ്രസിനോടാണോ? കണ്ണാ വേണ്ട വേണ്ട വേണ്ട. നിന്നേക്കാളും കുറെ ഓണം ഞാൻ കൂടുതലുണ്ടതാ കേട്ടോ. ആ പരിപ്പ് ഈ ചട്ടി വേവത്തില്ലേ, വേറെ ചട്ടി നോക്കി വെച്ചോ. അതായത് മമ്മിയുടെ ചട്ടിയില്. എന്നാലും ഡാഡിക്ക് അച്ഛമ്മയോട് പറഞ്ഞിട്ട് പോകായിരുന്നു. അത് ശരിയാ. ആഹാ, അമ്മ ഇവിടെ ഇരിക്കായിരുന്നോ? അല്ല, ഞാൻ തെങ്ങിന്റെ മണ്ടല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. തേങ്ങ ഇടാനും തുടങ്ങിയോ? അമ്മ നല്ല വരുമാന മാർഗ. ഇപ്പൊ തെങ്ങി കയറാൻ ആളെ കിട്ടുന്നില്ല എന്ന്. അല്ല, എൻ്റെ മോൻ എന്നോട് പറയാതെ അങ്ങ് പോയി. ഭയങ്കര സങ്കടം. ആഹാ, അതിനാണ് വിഷമിച്ചിരുന്നേ. എന്റെ അമ്മ ഓഫീസ് സംബന്ധമായ ഒരു മീറ്റിംഗ് ഉണ്ടെന്നും 3 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ ഇന്നാള് പറഞ്ഞതല്ലേ. എപ്പ പറഞ്ഞു? നമ്മൾ സീരിയൽ കണ്ടോണ്ടിരുന്നപ്പോ നമ്മളോട് പറഞ്ഞതാ. ഇതാ ഇപ്പൊ നന്നായത്. സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോ ആരെങ്കിലും വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമോ? എന്നോടൊക്കെ പറഞ്ഞില്ല, ഞാൻ മറന്നുപോയി. അമ്മയോട് പറഞ്ഞേക്കണം എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. എന്നാലും അവനോട് സ്നേഹമുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല, അതൊക്കെ കളഞ്ഞേ. എന്റെ കണ്ണിലെ മരുന്നൊന്നും ഒഴിച്ചതോ? എന്താ നിന്റെ കണ്ണിന്? കണ്ണുതീന് വന്നോ? അയ്യോ, കണ്ണിതീനും ഒന്നുമില്ല. അയ്യോ, കണ്ണുതീനാണെങ്കിൽ ഞാൻ ഇവിടുന്ന് 3-4 ദിവസം മാറി നിൽക്കണമല്ലോ. പടരും അത്. കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ചിക്കൻ ബോക്സ് വന്ന അമ്മ എന്ത് ചെയ്യും? ചിക്കൻ ബോക്സ് വന്നാൽ നിന്റെ വീട്ടിൽ പറഞ്ഞയക്കും. കൊള്ളാം, സന്തോഷമായി, തൃപ്തിയായി. ഞാനിത് കേൾക്കണം. ഇന്നാൾ അമ്മയ്ക്ക് പകർച്ചപ്പനി വന്നപ്പോഴേ ആരും ഉണ്ടായിരുന്നില്ല നോക്കാൻ. രാമൻ പകലിരുന്ന് നോക്കി എന്നോട് അമ്മ ഇത് പൊന്നുമോളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. 3 ദിവസം നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അതുപോലെ തിരിച്ച് വിളിച്ചോണ്ട് വരണമെന്ന് ഞാൻ എൻ്റെ മോനോട് പറയാമെന്നാ പറഞ്ഞത്. മോളെ, നീ ഇങ്ങനെ ഓരോ കാര്യത്തിനും അങ്ങ് വിഷമിച്ചാലോ. നീ ഉണ്ട് ഏത് കണ്ണില്ല മരുന്ന് ഒഴിക്കണ്ടേ? വലത്തെ കണ്ണില്ല, എന്താന്നറിയില്ല. 2-3 ദിവസമായിട്ട് ഭയങ്കര ചൊറിച്ചില്ല. ആണോ? ഈ നാക്കിന്റെ ചൊറിച്ചിൽ അങ്ങ് കണ്ണിലോട്ട് കയറിയോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. തമാശ പറയാനും പറ്റത്തില്ല നിന്റെ അടുക്ക. നീ ഇങ്ങനെ ഒരു പച്ച പാവായി പോയല്ലോ. ഇതിന് എന്റെ തലയ്ക്ക് എന്നെ വെച്ച് കെട്ടിയല്ലോ. പോടുന്നു. നീ ഉണ്ടോ കണ്ണ്? അമ്മ, ഒരു തുള്ളി കൂടുതൽ ഒഴിക്കരുത്. കൂടുതലായി കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചശക്തി. നീ മിണ്ടായി. അതൊക്കെ എനിക്കറിയാം കേട്ടോ, ഒരു തുള്ളിയൊക്കെ. അല്ലാതെ ഈ കണ്ണിനകത്ത് ഇതെല്ലാം കൂടെ ഒഴിക്കാൻ പറ്റുമോ? നീ ഉണ്ടോ കണ്ണ്? ഒരു തുള്ളി ഒഴിക്കാൻ പറഞ്ഞിട്ട് 10 തുള്ളി അറിഞ്ഞോണ്ട് ചെയ്തല്ലേ. ഇതിന് വലിയൊരു കീഴ്ത്തേട്ട് വെച്ചിട്ട് നീ കൊണ്ടുവന്ന ഒരു തുള്ളി എന്ന് പറഞ്ഞ 10 തൊട അങ്ങ് ഞാനിപ്പോ എന്തോ ചെയ്യണം? ആംബുലൻസ് വിളിക്കട്ടെ മക്കളെ? എന്താണോ എനിക്ക് മരുന്ന് തന്നെ എന്നെ തല്ലണം. ഇനിയിപ്പോ ഞാൻ നിന്നെ തല്ലിയും കൂടെ വേണോ? അത് വേണം, എനിക്കതറിയാം. എന്റെ മാൻമിഴിയിലെ പണ്ടേ നിങ്ങൾക്കൊരു നോട്ടം ഉണ്ടായിരുന്നതാ, എനിക്കറിയാം. അയ്യോ, എന്റെ കാഴ്ച പോയേ. അയ്യോ, എന്റെ മക്കളെ, നീ ഇനിയിപ്പോ അതിന് വിഷമിക്കണ്ട.
ഒരുമാതിരി കാഴ്ചയൊക്കെ നീ കണ്ടതല്ലോ. ഇനിയിപ്പോ കണ്ണു പോയാലും കുഴപ്പമൊന്നുമില്ല, മുമ്പുള്ളത് തന്നെയാണ്. ഓഹോ, അപ്പൊ നിങ്ങൾ കരുതി കൂട്ടി ചെയ്തതല്ലേ? ആ എന്നാ പിന്നെ അങ്ങനെ അങ്ങ് വെച്ചോ. ഞാനിപ്പോ എന്താ പറയാനാ ഞാന്. ഞാനിനി എങ്ങനെ ജീവിക്കും ഈശ്വരാ? മക്കളെ, ഞാനൊരു വഴി പറഞ്ഞു തന്നാ നീ കേക്കാവോ? നീ അഞ്ചാറ് സിനിമാ പാട്ട് പഠിക്കുക, എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒന്ന് പാടിയാ മതി. നല്ല കാശ് കിട്ടും, അന്ത ഗായിക. എന്റെ മോനൊരു സഹായവും ആവും. നമുക്കത് ചെയ്യാം. നിങ്ങൾ ഇത്ര ദുഷ്ടയാണെന്ന് ഞാൻ വിചാരിച്ചില്ലോ. അയ്യോ, എന്റെ കണ്ണേ. അയ്യോ, എന്തായാലും ആ കണ്ണ് പൊട്ടി. മറ്റേ കണ്ണി കുടിച്ച് ഒഴിച്ചു തരാം മക്കളെ. അപ്പഴേ അന്ത ഗായിക ആകത്തുള്ളൂ. നിങ്ങളെ ഒരു കത്തി കെട്ടിയിരുന്ന് ഞാൻ കുത്തി കൊന്നേനെ. ഞാൻ കൊല്ലടി. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി. എന്താ, നിങ്ങളുടെ അമ്മയുടെ കണ്ണ് പോയെന്നാണോ? അതൊന്നും അല്ല കാര്യം. പിന്നെ ഡാഡി പോയത് മീറ്റിങ്ങിനൊന്നും അല്ല, നിങ്ങളുടെ ഈ നശിച്ച നരകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാം. ഞാനാന്നോ നരകം? ഇവളെന്നെയോ? രണ്ടും കണക്കാ. അല്ല പിന്നെ ഒരു തുള്ളി മരുന്ന് കൂടി ഉടനെ കണ്ണ് പോയി പോലും. ഓ, വിവരദോഷമല്ലാതെ എന്തോ പറയാനാ. നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഒന്ന് നോക്കും മോളെ. ആ കണ്ണുണ്ട് നോക്ക്. എന്നെ കാണാമോ? ആരാ? അപ്പൊ എനിക്ക് സമാധാനമായി. ഞാനായ നിന്റെ കണ്ണ് പോയല്ലോ എന്ന് പേടിച്ചിരിക്കുമായിരുന്നു. നിന്റെ കണ്ണ് പോയതിനുള്ള പേടിയല്ല, എന്റെ മോനൊരു പൊട്ടക്കണ്ണിയും കൊണ്ട് നടക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട. അമ്മയാണ് പോലും അമ്മ. നോക്കിക്കോ, ഇനി വിശ്വസിച്ചൊരു കാര്യം ഞാൻ ഏൽപ്പിക്കത്തില്ല. വേണ്ട, ഒന്നും ഏൽപ്പിക്കണ്ട. ഇനി അതെട് ഇതെട് അമ്മ കുമ്മ എന്ന് പറഞ്ഞ എന്റെ പുറകെ അപ്പൊ ഞാൻ കാണിച്ചു. ഞാൻ വരത്തില്ല. വേണ്ട, പൊടി പൊട്ടക്കണ്ണി. എന്നാ നിന്റെ മരുന്ന്. മരുന്ന് മോനെ കണ്ണാ, നീ ഒന്നാടാ. എന്താ അമ്മേ? മക്കളെ, ഈ മരുന്ന് അമ്മയുടെ കണ്ണിൽ ഒന്ന് ഒഴിച്ചു തരും. ആനെന്താ ഒഴിച്ചേരാലോ? വേണ്ട. വേണ്ട വേണ്ട, വിട്. ആ അച്ഛമ്മയുടെ അല്ലേ കൊച്ചുമോൻ. 10 ഗുണം 10 ഗുണം ഞാൻ തന്നെ ഒഴിച്ചോളാം. മക്കൾ പോ. പുതിയ മൊബൈൽ ഫോൺ മേടിച്ചു തരാനുള്ള പ്രതികാരം ഇതുവഴി തീർക്കാന്ന് വിചാരിച്ച ചീറ്റിപ്പോയി. കണ്ടോ ഈശ്വര, ഈ വീട്ടിലുള്ള ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലല്ലോ. ഞാന് തന്നെ ഒഴിച്ചോളാം. എനിക്ക് 2 കൈകൾ തന്നിട്ടുണ്ട് ഈശ്വരൻ. ഒരു തുള്ളിക്ക് പകരം 10 തുള്ളി പിന്നെ പോയി. കണക്കായി പോയി. ഒരു തുള്ളിക്ക് പകരം 10 തുള്ളി. ഇപ്പൊ എങ്ങനെയുണ്ട്? അന്നേരം ഞാൻ പറഞ്ഞില്ല അതിന്റെ കിഴുത്ത വലുതാണെന്ന്. അപ്പൊ നീ വിശ്വസിച്ചില്ല. ഞാനായിരുന്നു കുറ്റക്കാരി. കിടന്നൂരല്ലേ. എന്താടി ഇരുന്ന് കീറ്റുന്നേ? പറഞ്ഞാ കേൾക്കണം പിള്ളേരായാല്. ആവശ്യമില്ലാത്ത നിന്റെ ഈ വഴക്കാളിത്തരം ഉണ്ടല്ലോ, അത് നിർത്തിയാലേ നീ ഗുണം പഠിക്കത്തുള്ളൂ. നോക്കിക്കോ. എന്റെ കണ്ണുനീറ്റിലൊന്ന് മാറിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. നീ എന്നെ പുളുത്തും. എന്താ അയ്യോ താണ്ടവളെന്നെ കണ്ണിറക്കി കാണിക്കുന്നുണ്ട്. ദൈവമേ, ഒരു ഒറ്റ ചവിട്ട് വെച്ചെന്നാണല്ലോ. എന്നാ പിന്നെ നിങ്ങൾ ചവിട്ട്. എനിക്ക് മുട്ട് വയ്യടി. എനിക്ക് വയ്യ. എനിക്ക് വയ്യ. കണ്ണ് വയ്യെന്ന്. കണ്ണ് വയ്യ. നിന്നെ കൊണ്ടുപോയി ഹോർലിക്സ് റെഡിയായോ? നൂഡിൽസ് അച്ഛൻ അതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് കാണും. നീ എന്തിനാ ഇങ്ങനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നേ? എന്റെ കൈ കൊണ്ട് പച്ചവെള്ളം തരത്തില്ലെന്ന് 2 രൂപ ഒക്കെ അവിടുന്ന്. നിങ്ങളുടെ ഒരു തള്ളയുണ്ടല്ലോ, ഒരു കുഴി മടിച്ച്, അവളോടൊന്നും ഉണ്ടാക്കി തരാൻ പറഞ്ഞല്ലേ. അച്ഛമ്മയുടെ കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെയാ. മമ്മിക്ക് ഈ നൂഡിൽസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അയ്യോ എന്റെ പൊന്നുമക്കളെ, സോപ്പ് അധികം അങ്ങ് പതപ്പിക്കല്ലേ. ചെല്ലി പോ. എന്റെ അച്ഛമ്മയെ മമ്മിക്ക് പഠിക്കാനുള്ളതാ. അതിനിടെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച അച്ഛമ്മയോട് ചോദിച്ചത്. പഠിക്കാനോ? എന്താ പഠിക്കുന്നേ? PSCയുടെ എക്സാം ഉണ്ട്. എന്താ PSC? അതെന്തുവാ? ചില ഡൗട്ടൊക്കെ ഞാനല്ലേ ക്ലിയർ ചെയ്ത് കൊടുത്തേ. ഓഹോ, കോഴിക്കോട് ഏത് സംസ്ഥാനത്താണെന്ന് അറിയാൻ വയ്യാത്ത നീ എന്നോടോ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ? ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. ഏത് വെല്ലുവിളി? കോഴിക്കോട് ഏത് സംസ്ഥാനത്തുള്ളതാണെന്ന് ഞാൻ ഇന്ന് കണ്ടുപിടിക്കും. ഓഹോ, പക്ഷേ അതിനു മുമ്പ് എനിക്ക് നൂഡിൽസ് തരണം. കണ്ടുപിടിച്ചിട്ടോ, എന്നിട്ട് തരാം നൂഡിൽസ്. ഒന്ന് ഒച്ച വെക്കാൻ ഇരിക്കുകയാണ്. മമ്മി പഠിക്കുവല്ലേ, നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ അച്ഛമ്മ നൂഡിൽസ് ഉണ്ടാക്കി തരും. അല്ലേ അച്ഛമ്മ? അതെ, ചട്ടും പഠിപ്പിച്ച മോന്തക്കോട്ട് വെച്ച് തരും. ഓടി അവിടുന്ന്. എന്റെ കുട്ടിപ്പിശാചുക്കള് വന്നിരിക്കുന്നു. പഠിക്കണ്ടേ? ഈ അച്ഛമ്മ നമ്മളെ പട്ടിണിക്കിടാൻ തീരുമാനിച്ചിരിക്കുക മമ്മി. എന്റെ പൊന്നു മമ്മി, ഒരു നൂഡിൽസ് ആവശ്യപ്പെട്ടതല്ലേ ഉള്ളൂ, കഞ്ഞിയൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. അതിന് ഈ അച്ഛൻ എങ്ങനെ കിടന്ന് ചൂടാവേണ്ട കാര്യമുണ്ടോ? എന്റെ മക്കളെ വിഷമിക്കണ്ട. 1 മണിക്കൂറിനകത്ത് നൂഡിൽസും ഹോർലിക്സും റെഡി. ആരെ? മമ്മി ഉണ്ടാക്കുവോ നൂഡിൽസ്? അയ്യോ, മമ്മി പഠിക്കല്ലേ, അച്ഛമ്മ ഉണ്ടാക്കി തരും. ദേ, 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ നൂഡിൽസ് കിട്ടിയില്ലെങ്കിൽ വിവരം അറിയും. നീ എന്താ ചെയ്യും? അതപ്പം കാണാം. ഓ, അപ്പം കാളന് ഓടാ. ഓ എന്റെ ദൈവമേ, ഈ കുട്ടിപ്പിശാചുക്കളെ ഭയന്ന് വേണമല്ലോ ഇവിടെ ജീവിക്കാൻ. അർജുൻ ഇനി വരട്ടെ, എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. എന്റെ അമ്മേ, അമ്മ നോക്കിക്കോ, ഇപ്രാവശ്യം 10ാം റാങ്കിനകത്ത് കിട്ടും. നീ ഇതിനു മുമ്പ് പരീക്ഷ എഴുതുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ മോളെ. അമ്മയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എപ്പോഴും പഠിക്കാതെ പോയി എഴുതും, തോറ്റുപോകും.
പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഫുൾ ടൈം വായനയാ. പിന്നെ കോച്ചിങ് ക്ലാസ്സിന് ചേരണം. അർജുനേട്ടൻ വരട്ടെ. എപ്പോഴാ പരീക്ഷ? 1 മാസം കഴിഞ്ഞ്. അത്രേ ഉള്ളോ? അതിനാണോ കുത്തിയിരുന്ന് ഇപ്പോഴേ പഠിക്കുന്നേ? അമ്മ എന്തോ അമ്മേ പറയുന്നേ? എത്താ? ഒരു കൊച്ചുണ്ടാവാൻ തന്നെ വേണം 10 മാസം. അപ്പൊ ഈ PSC പരീക്ഷയ്ക്ക് മിനിമം 1 മാസമെങ്കിലും വേണ്ടേ? നീ എന്തുവായി പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഹൗസ് വൈഫ് ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കുട്ടികൾ വലുതായപ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. അർജുനേട്ടൻ ഒരാളുടെ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനാവില്ലമ്മേ, ആവില്ല. അയ്യോ, അപ്പൊ നീ ഈ പരീക്ഷ പാസ്സായ അർജുൻ അതൊരു ഭാഗ്യമാവൂല്ലയോ? അല്ല മോളെ, ഞാനൊരു സംശയം കൂടെ ചോദിച്ചോട്ടെ. അതിൻ്റെ ഈ ബുദ്ധി വെച്ച് നിനക്ക് പരീക്ഷ പാസ്സാവാൻ പറ്റുമോ? അല്ല, ഞാനൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. നീ ഇങ്ങനെ എനിക്കേ അമ്മയെ പോലെ കുരുട്ടുബുദ്ധിയല്ല. ഞാൻ ഈ പരീക്ഷ പാസ്സായി കാണിച്ചു തരാം. അല്ല, പടി നിനക്കൊരു ജോലി കിട്ടുന്നില്ല, എനിക്ക് സന്തോഷമല്ലയോ മോളെ? പഠിക്ക്. അങ്ങനെ പറഞ്ഞല്ലോ, എനിക്കത് മതി. ആ അമ്മ മാറി നിൽക്കുക, ഞാൻ നൂഡിൽസ് ഉണ്ടാക്കട്ടെ. വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം നൂഡിൽസൊക്കെ. എൻ്റെ മോള് 10 ചോദ്യം അത്ര നേരം കൊണ്ട് പഠിക്കാമല്ലോ. പഠിച്ചു. എനിക്ക് സന്തോഷമായി. ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ പരീക്ഷ തന്നെ പാസ്സായിക്കോളാം. പഠി. ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏഞ്ചൽ. ഏറ്റവും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഏറ്റവും ഉയരമുള്ളത് ഹിമാലയം അല്ലയോ? അത് പർവ്വതമ്മേ, ഇത് വെള്ളച്ചാട്ടം. ശരി. ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം താഴോട്ടല്ലേ ഒഴുകേണ്ടത്? ഉയർത്തി പോയി അങ്ങനെ മോളെ? അതെങ്ങനെയാ? ഇല്ല, ഞാനൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. മോളെ പഠിച്ചോ. ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഹിമാലയം. ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏഞ്ചൽ. 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 ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഞാൻ പഠിച്ചല്ലോ. ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏഞ്ചൽ. ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏഞ്ചൽ. റെഡി. കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി, കൂടിയ ജില്ല കണ്ണൂർ. കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം പിള്ളേരെ, അതെ TV കണ്ടത് മതി, എഴുന്നേറ്റ് പോയെ, എനിക്ക് പഠിക്കണം. മുറിയിൽ പോയി വായിക്ക്. അല്ലെങ്കിൽ ആ ടെറസിലോട്ട് കയറ്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതേ. എഴുന്നേറ്റ് പോകാനല്ലേ പറഞ്ഞത്? എനിക്ക് വായിക്കണം. ഇത് ഭയങ്കര ശല്യമായല്ലോ. മുകളിലത്തെ മുറിയിലെ TV ഉണ്ടല്ലോ, അവിടെ വരുന്ന കണ്ടാ മതി. ചെല്ലേ. അയ്യോ, ഈ പഠിപ്പ് നേരത്തെ പഠിച്ചിരുന്ന വല്ല ഡോക്ടറോ കളക്ടറോ ആയേനെ. ചിലർക്ക് ബുദ്ധി വൈകിയേ വരും. അതാ വാടി. അയ്യടാ എന്താ പിന്നെ എന്റെ ദൈവം ഇപ്പോഴത്തെ പിള്ളേര്. കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. ഉണ്ടാവും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള എവിടാണെന്ന് മമ്മിക്ക് അറിയാവോ? അറിയാലോ. എവിടാ? ഇവിടെ തന്നെ. 10,000 പിള്ളേർക്ക് നിങ്ങൾ 2 പേര് സമം. കേറിപ്പോടാ. കറക്റ്റ്. വാ. കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കി, ഏറ്റവും കൂടിയ ജില്ല കണ്ണൂർ. കേരളത്തിൽ കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി, കൂടിയ ജില്ല കണ്ണൂർ. അമ്മ, ഞാൻ ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് പുസ്തകത്തിൽ വായിച്ചതേ ഉള്ളൂ. അവാർഡ് കിട്ടിയ സിനിമയാ കിങ് കോങ്. നല്ല സിനിമയാ. ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ഒരു സിനിമ മുഴുവൻ കാണണമെന്നുണ്ടോ? വേണ്ടല്ലേ? ശരി, എന്തിനാ സമയം കളയുന്നേ? ജീരല്ലോ കുടിച്ചോ, നല്ല ചൂടുണ്ട്. തൊണ്ടപൊട്ടി വായിക്കുമല്ലയോ? താങ്ക്സ്. എന്ത് ജോലി വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി. ഞാൻ പാസ്സാവും. അങ്ങോട്ട് നോക്കിയിരി, അപ്പൊ പാസ്സാവും. ഗുഡ് മോർണിംഗ് എവരിബഡി. ആരാ? എന്താ ദാക്ഷായണിയെ പതിവില്ലാതെ? ജോലി കഴിഞ്ഞിട്ട് നേരം വേണ്ടേ ചേച്ചി? അത് വേണം. അല്ല, ഞാൻ എന്നാ അവസാനമായിട്ട് ഇവിടെ വന്നത്? നീ നിന്റെ വീട്ടിലെ പട്ടി കണ്ടി ചാടിയപ്പോഴേ അതിനെ എടുക്കാൻ ആളില്ലാന്നും പറഞ്ഞ് ഓടി വന്നല്ലേ വന്ന്? അത് ശരിയാ. ഇവിടെ നിന്നാണല്ലോ എനിക്കൊരാളെ ഏർപ്പാടാക്കി. ഇവിടെ പണിക്ക് നിന്ന ചെറുക്കനെ അല്ലയോ ഞാൻ പറഞ്ഞു വിട്ടത്? എനിക്ക് പഠിക്കാനുള്ളതാ. നീ ഇതുവരെ പഠിച്ചു തീർന്നില്ലയോ? അയ്യോടി ഇല്ല. ദാക്ഷായണിയെ, നീ അങ്ങോട്ട് ഇരിക്കുക, നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തായാലും വന്നല്ലേ, ഇരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോന്ന് പഠിക്കുവാ? PSCക്ക് പഠിക്കുവാ? അതിന്റെ ചൂടില്ല.
ഓ ഇവിടെയും തുടങ്ങിയോ ആ ഏർപ്പാട്? എന്താ? വീട്ടിലൊരുത്തിയുണ്ട്, കല്യാണം കഴിഞ്ഞ് വലതുകാല് വെച്ച് വന്ന് കയറി അമ്മാരം തുടങ്ങി PSC പഠിത്തം. ആന്നോ? ആ. അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയ കുടുംബത്തേക്കായില്ലോ. ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നേ. ഇതൊക്കെ വീട്ടില് പണിയെടുക്കാതിരിക്കാനുള്ള പുതിയ തട്ടിപ്പല്ലേ? ആണോ? പിന്നല്ലാണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ദേ ജോലി ചെയ്ത് നടു ഒടിയുമ്പോ ചേച്ചിക്ക് മനസ്സിലായിക്കോളും. എന്നാലും അങ്ങനെ ചെയ്യത്തില്ല. കേരളത്തിലെ 95% മരുമക്കളും എടുക്കുന്ന അടവാണിത്. ചേച്ചി നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോ PSC കോച്ചിങ്ങിന് ചേരണം എന്ന് പറയും. അയ്യോ, അല്ല എന്നോട് പറഞ്ഞു. കണ്ടോ അത് വേറൊരു തട്ടിപ്പ്. പകല് മുഴുവനും അമ്മായി അമ്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണിത്. അയ്യോ, പഠിക്കാനൊന്നും അല്ല പോകുന്നത്, നുണ പറയാനാ. പണ്ടൊക്കെ ഇവളുമാര് തയ്യല് പഠിക്കാൻ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞായിരുന്നു മുങ്ങിയിരുന്നത്. ഇപ്പോഴത്തെ പഠിത്തമാണ് PSC പഠിത്തം. എന്റെ ഈശ്വരാ, ഇത്തരം മരുമക്കളെ എണ്ണയിലിട്ട് പൊരിക്കുക ചെയ്യേണ്ടത്. വീട്ടിലൊരുത്തിയാ ഞാൻ പൊരിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, പറഞ്ഞു വന്ന കാര്യം പറയാൻ മറന്നുപോയി. അയ്യോ, ഞാനും ചോദിക്കാൻ മറന്നുപോയി. എന്തോത്തിനാ വന്ന്? ഇന്ന് എൻ്റെ വിവാഹ വാർഷിക ദിനമാ. ആണോ? സേമിയായിട്ടൊരു പായസം വെച്ചു. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. അതിൽ നിന്ന് കുറച്ച് ചേച്ചിക്ക് തരാൻ കൊണ്ടുവന്ന. നന്നായി. അതെ, ഞാൻ ഇറങ്ങട്ടെ. വീട്ടിൽ ആർക്കും സുഖമില്ല വയറ്റിനെ. അയ്യോ, എന്തു പറ്റി? വാർഷിക പായസം കുടിച്ചിട്ടോ പറ്റോ? ആന്നോ? ആണെന്നാ തോന്നുന്നേ. എന്നാ ഞാൻ പോട്ടെ. ഓ ദൈവമേ, ഇവിടെ ഉള്ളവർക്കും വയറ്റിന് അസുഖം വരുമോ? അവിടെ ഒരു വാർഷിക പായസം ആർക്ക് വേണമായിട്ട്? അല്ലെങ്കിൽ ആ പഠിത്തക്കാരിക്ക് കൊടുക്കാം. ആ ദാക്ഷായണി ഇവിടെ വന്നുകൊണ്ടൊരു കള്ളം പൊളിഞ്ഞു കിട്ടി. അവിടെ ഒരു ഒടുക്കത്തെ പഠിത്തം. മോളെ മോളെ, മനുഷ്യനിൽ ജലാംശത്തിന്റെ അളവ് ആവറേജ് 65%. പഠിച്ചു പഠിച്ചങ്ങ് തളന്നല്ല എന്റെ മക്കളോട്. മനുഷ്യനിൽ ജലാംശത്തിന്റെ അളവ് ആവറേജ് 65%. അമ്മേ, എനിക്ക് ഇത്തിരി ചുക്ക് കാപ്പി ഇട്ട് തരുമോ? തൊണ്ട പൊട്ടുന്നു. മക്കളെ, ചുക്ക് കാപ്പിയേക്കാളും നല്ല ഒന്നാന്തരം സേമിയ പായസം. നല്ല ചൂടുണ്ട്. ഇച്ചിരി കുടിച്ചാലുണ്ടല്ലോ ശരീരത്തിലെ ജലാംശമൊക്കെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോക്കോളും. ശരിക്കും? എടുത്തോണ്ട് വരട്ടെ, വലിയ ഗ്ലാസ്സിൽ കൊണ്ടുതരാം കേട്ടോ. മക്കള് മുഴുവൻ കുടിക്കണേ. പാവം ക്ഷീണിച്ചു പോയി. അയ്യോ, എന്താ പെട്ടെന്നൊരു ഭാവമാറ്റം? മമ്മി ഇന്ന് അപ്പുറത്തെ വീട്ടില് ദാക്ഷാണി ആന്റി വന്നിരുന്നു. അതാ പ്രശ്നം. മമ്മിയുടെ PSC പഠിത്തം തട്ടിപ്പാണെന്ന് പറഞ്ഞു. മാത്രമല്ല അച്ഛമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള നമ്പറാന്നും കൂടെ പറഞ്ഞു. വേണ്ട മക്കളെ, ഇവിടെയുള്ളവരെ തമ്മിൽ തെറ്റിച്ചാൽ മതി. അയൽപക്കത്തേക്ക് കിടക്കണ്ട. നേരാണോ മമ്മി? ഞങ്ങൾ അവിടെ ഇരുന്ന് ഒളിച്ച് കേട്ടതല്ലേ. മമ്മി വണ്ടാവും. ഇതിനാണോ നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്ന് പറയുന്നത്? മതി മക്കളെ, മതി. ഇന്ന് ഞാൻ അവരെ കൊല്ലും. മമ്മി, അവിടെ പട്ടിയുണ്ടേ. ചങ്ങലയ്ക്കൊന്നും ഇടാറില്ല, കടി കൊള്ളും. എന്താ കൊല്ലുന്നില്ലേ? എന്തെങ്കിലും അതിനെ ചങ്ങല കിടുവല്ലോ, അപ്പൊ കൊന്നോളാം. അതുവരെ ചങ്ങല പൊട്ടിച്ച് അച്ഛമ്മയുടെ പോയി ഏറ്റുമുട്ട് പോ. എന്റെ ഈശ്വര, ഇവിടെ മനസ്സമാധാനത്തോടെ ഒരു PSC പരീക്ഷ എഴുതാൻ ഞാൻ സമ്മതിക്കൂലേ? എന്റെ ഒരു വിധി. ഇതിനെ ചൊല്ലി ഇനി എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അല്ല, അമ്മ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലയോ? മോളും കൂടെ വരട്ടടാ, എന്നിട്ട് കഴിക്കാം. രാവിലെ തന്നെ മോഹനവല്ലി ഇവിടെ പോയി. ഓ, ഹെൽത്ത് ക്ലബിൽ പോയി കാണും. അല്ല, അവൾ ഇതുവരെ ഇങ്ങ് എത്തിയില്ലയോ? എന്നോടാണോ ചോദിക്കുന്നത്? വന്നെങ്കിൽ ഇവിടെ കാണത്തില്ലയോ? ഏടാ, സ്വന്തം ഭാര്യ എവിടെ പോയി എപ്പോൾ കയറി വന്നു എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് നീ അനുഭവിക്കും. ഞാൻ പറഞ്ഞേക്കാം. കൂട്ടിൽ നിന്ന് ഇറക്കി വന്ന കോഴിയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളും ഒരുപോലാന്നാണ് പറയുന്നത്. എപ്പോഴാ കുറുക്കൻ്റെ മുമ്പിൽ ചെന്ന് ചാടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലാക്കിക്കോ നീ. ഓരോന്ന് കിണ്ണാണോ? ഇവിടെ എവിടെ അമ്മേ കുറുക്കൻ? ഈ ഞാണനെ കൊണ്ട് ഞാൻ ഇവിടെ കോവുന്ന ചാമിയെ പോലുള്ള ആൾക്കാരെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒറ്റക്കയ്യന്മാരൊക്കെ കുറുക്കന്മാരല്ലയോ? എഴുതി പോടാവുന്ന എടാ, കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ വഴി നടക്കാൻ വിടാത്തവരെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, മനസ്സിലായി. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല. എപ്പോഴെങ്കിലും അമ്മ സമ്മതിച്ചല്ലോ അവളെ കാണാൻ കൊള്ളാവുന്നവളാണെന്ന്. നല്ല വില കൂടിയ ഡ്രസ് ഇട്ട ആരെയാ കാണാൻ കൊള്ളരുതാത്തത്? അത് കൊള്ളാം. അല്ലേ, ഇതേ ഇനിയിപ്പോൾ വൈകുന്നേരം തലേണ മന്ത്രം ഓതി അങ്ങോട്ട് വിളമ്പണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഇതണ്ട, അതിൻ്റെ പേരിൽ ഒരു അടി കൂടാനൊന്നും ഇനി എനിക്ക് വയ്യ. അതുകൊണ്ട് പറയുന്നതാ കേട്ടോ. പാവം എൻ്റെ അമ്മ, വഴക്ക് കൂടുന്ന ഇഷ്ടവേ അല്ല. അയ്യടാ, നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട കേട്ടോ. ഏടാ അവളെവിടെ പോയെന്നൊന്ന് വിളിച്ചു നോക്കടാ.
അവളെവിടെ പോകാനാ നീ? ഞാൻ വേണേ കല്ലടിച്ചോലിങ്ങി തിരിച്ചു വരും. അമ്മ ആരും കഴിക്കും? വേണ്ട, അവളോടെ വന്നിട്ട് ഞാൻ കഴിക്കുന്നു. ഈ അമ്മയുടെ ഒരു കാര്യം. അവളും അങ്ങനെയാടാ. ഈയിടെയായിട്ട് ഞാൻ കഴിക്കാതെ ഒന്നും കഴിക്കത്തില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടായോ? അവള് വന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ ഒന്നും കഴിക്കത്തില്ല. അവള് വന്നോളൂ അമ്മേ. എന്നാലും എന്നോട് പറയാതെ പോയില്ലേ? ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. എന്താ അമ്മ ഇത്? ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ആ അതെ ഡാഡി, വിളിക്കൊന്നും വേണ്ട. മമ്മി ദാ അപ്പുറത്തെ വീട്ടിലുണ്ട്. അപ്പുറത്തെ വീട്ടിലോ? ആ, എന്നോട് പറഞ്ഞിരുന്നു ദാക്ഷായണിയുടെ വീട്ടിൽ പോവെന്ന്. പാവം അമ്മ, അവളില്ലാത്തോണ്ട് ആഹാരം പോലും കഴിക്കാതിരിക്കുക. അവൾ അങ്ങനെ ദാക്ഷായണിയുടെ വീട്ടിൽ പോകല് പതിവില്ലല്ലോ. പിന്നെന്താ ഇന്നൊരു പ്രത്യേകത? ആ, അച്ഛമ്മയെ കുറിച്ച് നുണ പറയാനായിരിക്കും. നേരാ, അച്ഛമ്മയെ കുറിച്ച് പരദൂഷണം പറയാനാ മമ്മി അവിടെ ചെല്ലുന്നേ. മമ്മിക്കും വേണ്ടേ ഒരു മനസമാധാനം. ഞാൻ എന്തിനാടാ ഇനി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ? മോൻ പറഞ്ഞത് കേട്ടില്ലേ? എന്നെ കുറിച്ച് എന്തോ അവൾക്ക് ഇത്ര പറയാനുള്ളത്? രാവിലെ മുതൽ ഞാൻ കാത്തിരിക്കുക. 1.5 മണിക്കൂറായി ബസ്സിന്ന് കാത്തിരിക്കുന്നു. അവളോ? അമ്മയൊന്ന് ഇറങ്ങ് കൊണ്ണോ. നീ എന്തിനാ അവന്റെ നേരെ കണ്ടിട്ടുന്നത്? അവള് വരുമ്പോ ചോദിക്കടാ. രാവിലെ പരദൂഷണം പറയാൻ പോയിരിക്കുന്നു, അത് എന്നെ കുറിച്ച്. എന്തൊരു കഷ്ടമാന്ന് പറ. അമ്മേ ഇച്ചിരി വെള്ളം ഇങ്ങനത്തെ വല്ലാത്ത ക്ഷീണം. ആ, ക്ഷീണം കാണും, നല്ല ക്ഷീണം കാണും. 1.5 മണിക്കൂർ അയൽവക്കത്ത് പോയിരുന്ന പരദൂഷണം പറയുമല്ലായിരുന്നോ? ക്ഷീണം കാണും. എന്തുവാടി എന്നെ പറ്റി ഇത്രമാത്രം പറയാനുള്ളത് അവിടെ? ദേ രാവിലെ തന്നെ തലയമാലൂലത്തെ വർത്താനം തുടങ്ങിയല്ലോ. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയാമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, ഒന്നും അറിയാൻ വയ്യ. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പച്ചപ്പാവം. കണ്ടോ നിന്റെ ഭാര്യയുടെ ഒരു ഭാവാഭിനയം? ആ, ഇതിലും നല്ല ഭാവാഭിനയം എനിക്കറിയാം. കാണണോ? ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ, നോക്കടാ, അവള് കൊഞ്ഞിനെ കുത്തി കാണിക്കുന്ന കണ്ടോ? എടാ, എഴുന്നേറ്റ് രണ്ടും പൊട്ടിക്കടാ അവിടെ കൊഴുത്ത്. പൊട്ടിക്കാൻ വാ. ഇരിയനവിടെ. ഇവള് ദാക്ഷായണിയുടെ വീട്ടിൽ പോയി എന്നെ പറ്റി എന്ത് കുറ്റമാ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അത് അറിഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. അല്ല അനി, ഞാനെന്ത് കഴിച്ചില്ലടാ. അത് ശരി. അപ്പൊ അതാണല്ലേ കാര്യം. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. എന്റെ അമ്മ ഈ 1.5 മണിക്കൂർ കൊണ്ട് അമ്മയെ കുറിച്ച് ഞാൻ എന്ത് കുറ്റം പറയാൻ? അമ്മയെ കുറിച്ച് കുറ്റം പറയണമെങ്കിൽ മിനിമം 1.5 മാസമെങ്കിലും വേണ്ടേ? എന്ത് കുറ്റപാടി എനിക്കുള്ളത്? നോണച്ചി. ഞാനിത് കേൾക്കണം. ഞാനിത് കേട്ടാ പോരാ. കണ്ണിൽ എന്നെ കുറിച്ച് പറഞ്ഞത് നുണച്ചീന്ന് കേട്ടിട്ട് മിണ്ടാതിരിക്കുവാന്നോ? നിങ്ങൾക്കറിയാവോ, നാടൻ മുട്ടയാ അമ്മയ്ക്ക് വേണ്ടി വാങ്ങാൻ പോയതാ. ഇന്നലെ അമ്മ പറഞ്ഞില്ലേ നാടൻ മുട്ട കഴിക്കാൻ കൊതിയാവുന്നെന്ന്. ഫ്രഷ് മുട്ടയാ ഇത് വാങ്ങാൻ പോയതാ. എന്നെ കുറിച്ച് നുണച്ചീന്ന് പറഞ്ഞത് ഞാനിതാരെ കഴിക്കണോ? നിങ്ങൾക്കറിയോ, ഞാൻ വരുന്ന വഴിക്ക് എന്നെ ഒരുത്തൻ ഓടിച്ചു. അയ്യോ, സ്ത്രീപീഡനം മറ്റോ ആയോ മോളെ? ആയില്ല, അതിന്റെ പക്ക് വരെ എത്തി. എന്നിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഒരു കല്ല് തട്ട് മറിഞ്ഞു വീണു. എന്നിട്ട് ഞാൻ ഈ പൊട്ടാതെ നോക്കി. എന്റെ പൊന്നു മോളെ, പോട്ടെ മോളെ. അമ്മ എന്റെ മോക്ക് വല്ലതും പറ്റിയോ? ഇല്ല, കല്ല് മുട്ടിത്തിരെ പൊട്ടി ചോര വന്നു, അത്രേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. വേണ്ട, സാരമില്ല, എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അമ്മ എന്നെ അവിശ്വസിച്ചില്ലേ? ഇല്ല മോളെ, മോളെ കൊള്ളാം ചെറുക്കൻ. എന്റെ മോളവിടെ ഇട്ടിരുന്ന്, എന്റെ മോളവിടെ ഇട്ടിരുന്ന്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോളവിടെ ഇട്ടിരുന്ന് കാലൊന്ന് കാണിച്ച് ഞാനിന്ന് നോക്കട്ടെ. വേണ്ടമ്മ, ചോര കണ്ട അമ്മ പേടിക്കും. അമ്മ ഇരിക്കും. കണ്ണൻ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മോളെ ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയതാ. നീ അങ്ങ് ക്ഷമിക്ക്. ഈ നാടൻ കോഴിമുട്ട വേണമെന്ന് ഞാനൊരു ആഗ്രഹം പറഞ്ഞതല്ലേ ഉള്ളൂ. ഇത്ര വേഗം നീ പോയി ഈ ത്യാഗം സഹിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. അതല്ല അമ്മേ, അമ്മയ്ക്ക് വയസ്സായില്ലേ? ഇരിപ്പിനെങ്ങാനും മരിച്ചു പോയാ എന്ത് ചെയ്യും? ആഗ്രഹം ബാക്കി വെച്ചിട്ട് മരിച്ചു പോയാലേ ആത്മാവിന് ശാന്തി കിട്ടത്തില്ലെന്നാ. നിന്റെ ആഗ്രഹം അങ്ങ് മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. അയ്യോ, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അല്ല, എൻ്റെ മനസ്സിൻ്റെ പേടി പറഞ്ഞെന്നല്ലേ ഉള്ളൂന്ന്. ഞാനുള്ളിടത്തോളം കാലം എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എൻ്റെ ആഗ്രഹം. അയ്യോ, അമ്മ ആഹാരം കഴിച്ചില്ലേ? നീ വന്നിട്ട് കഴിക്കാന്ന് വെച്ച് നോക്കിയിരിക്കുമായിരുന്നു ഞാൻ. എൻ്റെ അമ്മ, എനിക്കിത് കേട്ടാ മതി. എൻ്റെ അമ്മയുടെ മനസ്സാണ് മനസ്സ്. കഴിക്കാം. അമ്മ കഴിച്ചോ? എന്നാ പിന്നെ എനിക്ക് നേരത്തെ കഴിക്കാൻ വയ്യായിരുന്നോ? അയ്യോ, അതല്ലമ്മേ, ഞാൻ കഴിച്ചിട്ടാ മുട്ട മേടിക്കാൻ പോയെ. ഓഹോ, എന്നാ പിന്നെ അങ്ങ് സമാധാനത്തോടു കൂടി ഇനിയിപ്പൊ കഴിക്കാം. അതെന്താ അമ്മേ? അല്ല, നീ നേരത്തെ കഴിച്ചതുകൊണ്ട് ഇതിനകത്ത് വിഷമൊന്നും കലർത്തിയിട്ടില്ല എന്ന് ഉറപ്പാ.
ഓഹോ അത് ശരി. അപ്പൊ അതുകൊണ്ടാ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല കഴിക്കാതിരുന്നത്. നീ ഇന്നലെ പറഞ്ഞില്ലേ ആഹാരത്തിനകത്ത് വിഷം കലർത്തി വെക്കുമെന്ന്? അത് അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറില്ല ആഹാരത്തിൽ വിഷം കലർത്തി നിന്നെ കൊല്ലുമെന്ന്. എന്റെ അമ്മ ദേഷ്യം വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യും ആരെങ്കിലും. ചിലപ്പോ നിനക്ക് ദേഷ്യം വന്നിട്ട് നീ ഇതിനകത്ത് വിഷം കലർത്തി വെച്ചാ ഞാനത് കഴിച്ചാൽ ചത്തോണോ? ആ അത് ശരി. അപ്പൊ അങ്ങനെ എന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത് അല്ലേ? പുഴുങ്ങിത്തരാം, ഞാൻ മുട്ട പുഴുങ്ങിത്തരാം. ഈ മുട്ട ഉണ്ടല്ലോ, ഇത് മുഴുവൻ ഞാൻ പുഴുങ്ങി തിന്നും. ഒരെണ്ണം പോലും ഞാൻ അമ്മയ്ക്ക് തരത്തില്ല, നോക്കിയോ. കൊടിയൊന്ന് പുഴുങ്ങി തിന്നടി മറ്റവളെ. മമ്മി മുട്ടയാണോ അതോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? ആ ശാസ്ത്രജ്ഞനില്ലേ മോളില്, നിന്റെ അനിയൻ, പോയി ചോദിക്കും. ഒരു ചോദ്യോത്തരം കൊണ്ട് പോയിരിക്കുന്നു. പോരുന്ന് പഠിക്കാൻ അങ്ങോട്ട്. ഇന്ന് സ്കൂളിൽ പണിമുടക്ക, ഇന്ന് നമ്മൾ പഠിക്കാൻ പാടില്ല. എന്നാ ശരി, വേറൊരു ചോദ്യം ചോദിക്കാം. സ്ത്രീയാണോ പുരുഷനാണോ ആദ്യം ഉണ്ടായത്? അത് പുരുഷനാ. പുരുഷന്റെ വാരിയൽ കൊണ്ടാണ് സ്ത്രീകളെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയാറ്. പക്ഷേ ചില സ്ത്രീകള് എന്റെ അമ്മായിയമ്മയെ പോലുള്ളവരെ ഉണ്ടാക്കിയിരിക്കുന്നത് പാര കൊണ്ടാ. ഓ, അപ്പം അച്ഛൻ ഒരു പാരയാണല്ലേ? കറക്റ്റ്. മമ്മിയാണോ അതിന് ചപ്പാത്തി ഉണ്ടാക്കിയത്? അതെ, നിന്റെ അച്ഛമ്മയല്ല, ഞാനാണ് ഉണ്ടാക്കിയത്. എന്താണ് കാര്യം? അല്ല, അച്ഛമ്മ മമ്മി ഇൻസൾട്ട് ചെയ്യാണെന്ന് തോന്നുന്നു. എന്തേ? കറി ഉണ്ടായിട്ടും അച്ഛമ്മ ചപ്പാത്തി ചായ മുക്കിയാണ് കഴിക്കുന്നത്. ഓ മൈ ഗോഡ്, ഈസ് ഇറ്റ്? യെസ്. എന്താ ഇതിനർത്ഥം? മമ്മി ഉണ്ടാക്കിയ ചപ്പാത്തിക്ക് ഭയങ്കര കട്ടിയാണെന്നും അത് വെള്ളത്തിലിട്ട് കുതിർത്തിയാലേ കഴിക്കാൻ പറ്റൂ എന്നല്ലേ? അത് ശരിയാ, അത് ശരിയാ. ശരിക്കും ആ, അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അതെ. തൊള്ള ഞാനിന്ന് കൊല്ലും. മക്കള് കഴിക്കേ, അപ്പോഴേക്ക് ഞാൻ ഇപ്പൊ വരാം. സമാധാനമായി. എന്താ ഇത്? ഇത് ചപ്പാത്തി എന്നൊക്കെ പറയും, നീ തന്നെ ഉണ്ടാക്കിയതല്ലേ? അതെന്തിനാ ചായ മുക്കി കഴിക്കുന്നതെന്നാ ചോദിക്കുന്നത്? കറിയില്ലേ മുന്നില്? എനിക്കിഷ്ടം ചായ മുക്കി കഴിക്കാനാ. എന്താ ചെയ്യാൻ ചെയ്യാ? എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? എന്താ? ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി കട്ടിയുള്ളതാണെന്നും കല്ല് പോലെ ഇരിക്കുവാണെന്നും കാണിക്കാൻ കരുതിക്കൂട്ടി ചെയ്യുന്നല്ലേ ഇതെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇതിനെ ആരാ ചപ്പാത്തി എന്ന് വിളിക്കുന്നേ? അയ്യോ, എന്നാ മായാവതി അമ്മയെന്ന് വിളിക്കാം. ദേ, എന്റെ നല്ല പേര് ഇതിനിട്ട് ചീത്തയാക്കിയ കളയല്ലേ. ഇതിന്റെ പേര് മരവുരി. മരവുരി, മനസ്സിലായില്ലേ? മരവുരി. മരവുരി എന്ന് പറഞ്ഞാൽ പണ്ട് കാട്ടാളന്മാരൊക്കെ കൊടുത്തോണ്ട് നടന്ന ഒരു സാധനം, മരത്തിന്റെ തൊലി. ഇത് വായിലിട്ട എന്റെ ഒരൊറ്റ പല്ല് പോലും കാണത്തില്ല. ഇക്കണക്കിന് പോവാണെങ്കിൽ ഒറ്റ പല്ല് കാണത്തില്ല വായില്. അഹങ്കാരി, നീ എന്താ പറഞ്ഞ? എന്റെ പല്ല് പൊഴിക്കുന്നോ? അതെ, നിങ്ങൾ ഇതൊക്കെ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ലേ? നിങ്ങൾക്കേ ഞാൻ നാളെ സ്പോഞ്ച് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി. അയ്യോ, നീ കോൺക്രീറ്റ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുവടി, എനിക്കതറിയാം. എടി, നീ ഇത്രയും കാലമായിട്ട് വീട്ടിൽ ഒരു നല്ല ചപ്പാത്തിയോ വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല കറിയോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നിനും ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളറിക്ക് പുറത്ത്. അങ്ങനെയല്ലേ നീ ശീലിക്കുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ആ കറിയും കൂട്ടി തിന്നോളണം. നീ സൗകര്യമില്ല. തിന്നില്ലെങ്കിലുണ്ടല്ലോ. എന്താ നീ കാണണോ? കാണണം. കാണണോ? ആ, കാണിച്ചു തരാം. എന്താ? അയ്യോ, എന്റെ ചായ, എന്റെ ചായ. ചായ കുടിച്ചാ മതി. എന്റെ അർജുന, നീ എന്നെ ഇവിടുന്ന് വല്ല അനാഥാലയത്തിലും കൊണ്ടുവിടുവോ ഈ നരകത്തിന്ന്? അന്യോന്യം നമ്മുടെ മാനസങ്ങൾ ഒന്നു ചേർന്നു ലയിച്ചു പോയി. അതെടാ, ലയിച്ച് കിടക്കുന്നത് ആട കണ്ടില്ലയോ നീ? നാം രണ്ടുപേർ തമ്മിൽ അന്തരം എന്തെന്ന് നീ ഓർത്തു നോക്കൂ. നീയോ? എന്തുകൊണ്ടാണ് നീ എന്നെ അതൊക്കെ കൊച്ചുമകളുടെ രാഗവായ്പിൽ. ഇവനെന്താ വട്ടായി പോയോ? എങ്ങനെ വട്ട് വരാതിരിക്കും? ആ കണ്ടില്ലേ, ഇങ്ങനത്തെ ചപ്പാത്തി അല്ലയോ തിന്നുന്നേ? കാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ. മരവുരി കറിയിൽ മുക്കി കഴിച്ചപ്പോൾ എങ്ങനെയുണ്ട്? കുതിർന്നപ്പോ കൊള്ളാം കേട്ടോ. എന്നാ ഒരു ചപ്പാത്തിയും കൂടെ തരട്ടെ കുതിർക്കാൻ? ഇട്ടോ. കണ്ടു പോകുമ്പോ നമുക്ക് വീശാം. കേട്ടെ.